ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ലോകത്തിൻ്റെ മുഴുവൻ ഉടയവൻ, ഈ സ്ഥലത്തിൻ്റെ മുഴുവൻ ഉടയവൻ, അവന് ജനിക്കാൻ സ്ഥലം ഈ ഭൂമിയിൽ കിട്ടുന്നില്ല എന്നത് ഒരു ചോദ്യചിഹ്നമായി ഈ പ്രഭാതത്തിൽ നിൽക്കട്ടെ. ലോകത്തിൻ്റെ ഉടയവന് പിറക്കാൻ ഈ ഭൂമിയിൽ, ലോകത്തിൽ ഇടമില്ല എന്നത് ഒരു തെങ്ങലല്ലേ? ഈ ജന്മത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. പുൽത്തൊട്ടിയിൽ പിറവി കൊള്ളേണ്ട ജീവിതം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ എവിടെയാണ് പിറക്കുന്നത്? പഞ്ഞി പോലെയുള്ള, ഒരു നോവും ലഭിക്കാത്ത വിധത്തിൽ അത്രമാത്രം സുന്ദരമായ പട്ടുനൂൽ തുണിയിൽ പൊതിഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. എന്നാൽ ഈ കുഞ്ഞ് പിറന്നത്, ലോകത്തിൻ്റെ ഉടയവൻ പിറന്നത് എവിടെയാണ്? ഈ പുല്ലിൻ്റെ ഇടയിലാണ്. ഒരുപക്ഷെ ഈ പുല്ല്, വിരസതയാർന്ന മയമില്ലാത്ത ഈ പുല്ല്, ഈ പുൽമേട ഇതിൻ്റെ ശരീരത്തിൽ, കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ നോവ് സമ്മാനിപ്പിക്കുന്നുണ്ടാവാം, ഉറക്കം കെടുത്തുന്നുണ്ടാവാം. തെല്ല് വേദന സമ്മാനിക്കുന്ന ജീവിതത്തിൻ്റെ ആരംഭം തന്നെയായി ഇതിനെ നമ്മൾ കാണുകയാണ്. സ്നേഹമുള്ളവർ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ലോകത്തിൻ്റെ മുഴുവൻ ഉടയവൻ തൻ്റെ ബലഹീനതയെ സൂചിപ്പിക്കുകയാണ്. ബലഹീന അവസ്ഥയിൽ, ഏറ്റവും ബലഹീന അവസ്ഥയിൽ അവൻ പിറക്കുന്നു എന്നതാണ്. ബലഹീനതകളെ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ദർശനം, യാത്രയുടെ ദർശനം എന്താണെന്ന് ജനനത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. ബലഹീനതകളെ പുണ്യമാക്കുക എന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്നത് ഉറപ്പിക്കുകയാണ്. ബലഹീനതകളിലേക്ക് ഒഴുകിയിറങ്ങാൻ ഇനി അവന് ബുദ്ധിമുട്ടില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക്, ബലഹീന അവസ്ഥയിലേക്ക് ഈശോയെ വിളിച്ചിറക്കണമെന്നത് ഈ മനോഹരമായ പ്രഭാതത്തിൻ്റെ ധ്യാനമായി നമ്മൾ ഏറ്റെടുക്കണം. ബലഹീനതകൾ അവന് സ്വന്തമാണ്. അതവന് പുതിയ വിഷയമല്ല. കാരണം ബലഹീനതകളിലേക്കാണ് അവൻ പിറവി കൊണ്ടത്. നിൻ്റെ ബലഹീനതകളെ, നിൻ്റെ അസ്വസ്ഥതകളെ, നിൻ്റെ പ്രയാസങ്ങളെ, നിൻ്റെ സങ്കടങ്ങളെ വേഗം മനസ്സിലാക്കാൻ കർത്താവിന് കഴിയും എന്നതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റ്. സത്രത്തിൽ ഇടമില്ല എന്നത് ഇനി വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ, നിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന്, എൻ്റെ ഭവനത്തിൽ ഇടമുണ്ട്, എൻ്റെ കർത്താവിന് ഇടമുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൂടി ഈ പ്രഭാതം മുതൽക്കൂട്ടായി മാറട്ടെ. ഹൃദയപൂർവ്വം നമുക്ക് ചേർന്ന് പറയാം. ആമേൻ.